ഹലോ മൈ ഡിയർ ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ രമ്യ സുജേഷ്, ലൈഫ് ഹീലിംഗ് കോച്ച്, യോഗ അലയൻസ് സർട്ടിഫൈഡ് ടീച്ചർ, NLP ട്രെയിനർ, മെന്റർ. ഇന്ന് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇന്ന് മാർച്ച് 14, 2025. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ബ്ലഡ് മൂൺ ഡേ ആണ്. എന്തുകൊണ്ടാണ് ബ്ലഡ് മൂൺ എന്ന് പറയാൻ കാരണം, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഇതിലൂടെ എങ്ങനെ നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടത്തിയെടുക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വിശേഷപ്പെട്ട ദിവസം തന്നെയാണ് ഇന്ന് പൂർണ്ണചന്ദ്ര ഗ്രഹണ സമയത്ത് ഇരുണ്ട ചുവപ്പ് നിറത്തിൽ കാണുന്ന ചന്ദ്രബിംബമാണ് രക്തചന്ദ്രൻ അഥവാ ബ്ലഡ് മൂൺ എന്ന് പറയുന്നത്. ഗ്രഹണ സമയത്ത് ഭൂമിയുടെ നിഴൽ പൂർണ്ണമായും ചന്ദ്രനെ മറച്ചാലും ചന്ദ്രൻ മങ്ങിയ ചുവപ്പ് നിറത്തിൽ ദൃശ്യമാകുന്നുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇത്തരം ഒരു കാഴ്ചയ്ക്ക് കാരണമാവുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൂടി കടന്നു പോകുന്ന സൂര്യപ്രകാശത്തിന്റെ കുറച്ചു ഭാഗം അപവർത്തനത്തിനും വിസരണത്തിനും വിധേയമായി ഭൂമിയുടെ നിഴൽ ഭാഗത്തേക്ക് വളഞ്ഞ് ചന്ദ്രനിൽ പതിക്കുന്നു. ഈ പ്രകാശരശ്മികൾ അവിടെ നിന്നും പ്രതിഫലിച്ച് വീണ്ടും ഭൂമിയിൽ പതിക്കുമ്പോൾ ചന്ദ്രമുഖം നമുക്ക് ദൃശ്യമാകുന്നു. എന്നാൽ ദൃശ്യപ്രകാശത്തിലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങളായ വയലറ്റ്, നീല, പച്ച നിറങ്ങൾ കൊണ്ട് ഏതാണ്ട് പൂർണ്ണമായും വിസരണത്തിന് വിധേയമായി ഭൂമിയിൽ നിന്നും ചന്ദ്രനിൽ പതിക്കാതെ പോകുന്നു. അതുകൊണ്ട് ആ നിറങ്ങൾ തിരികെ എത്തുന്നില്ല. തരംഗ ദൈർഘ്യം കൂടിയ ഓറഞ്ച്, ചുവപ്പ് നിറങ്ങൾ മാത്രം ചന്ദ്രനിൽ നിന്നും പ്രതിഫലിച്ച് നമ്മുടെ കണ്ണുകളിൽ എത്തുമ്പോൾ ചുവന്ന നിറത്തിലുള്ള ചന്ദ്രനെ നാം കാണുന്നു. അതായത് പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് പൂർണ്ണമായും അദൃശ്യമാകുന്നതിന് പകരം ചന്ദ്രൻ മങ്ങിയ ചുവപ്പ് നിറത്തിൽ ദൃശ്യമാവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ എങ്ങനെയാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു ദിവസം സ്വസ്ഥമായി ശാന്തമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുക. ചന്ദ്രനെ കാണുന്ന രീതിയിൽ നിങ്ങൾ ഒരു യോഗ മാറ്റിൽ ഇരിക്കാൻ ശ്രമിക്കുക. ചന്ദ്രനെ കാണുന്ന രീതിയിൽ ഇരിക്കാൻ പറയുന്നത് എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചന്ദ്രനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. 3 ആഗ്രഹങ്ങൾ മാത്രമാണ് ഇന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. ഈ ഒരു പ്രോസസ് ചെയ്യാനായി നിങ്ങൾ 3 ചെറിയ പേപ്പറുകളായി കട്ട് ചെയ്തിട്ട് എടുക്കുക. സ്റ്റിക്കി നോട്ട് ആണെങ്കിലും നല്ലതാണ്. നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ ഒട്ടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങൾ വളരെ ശാന്തമായി സ്വസ്ഥമായി മെഡിറ്റേഷൻ ചെയ്യുന്ന രീതിയിൽ ഇരിക്കുക. നോർമൽ ഇൻഹലേഷൻ ചെയ്യുക, നോർമൽ എക്സലേഷൻ ചെയ്യുക. 3 പ്രാവശ്യം നോർമൽ ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ചെയ്തതിന് ശേഷം ഒരു ചില്ല് ഗ്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ വെള്ളം കുടിക്കാൻ സാധിക്കുന്നത് അത്രയും വെള്ളം, ഒരു ഗ്ലാസിന്റെ ഹാഫ് ഗ്ലാസ് ആയാലും മതി, സാധാരണ വെള്ളം ഒഴിക്കുക. ആദ്യത്തെ പേപ്പറിൽ നിങ്ങൾ ആദ്യത്തെ ആഗ്രഹം എഴുതി ഈ ഗ്ലാസ്സിലേക്ക് ഒട്ടിച്ചു വെക്കുക. ഈ പേപ്പറിൽ എഴുതേണ്ടത് റെഡ് കളർ പെൻ ഉപയോഗിച്ച് എഴുതാൻ ശ്രമിക്കുക. കാരണം ഇന്ന് ബ്ലഡ് മൂൺ ആയതുകൊണ്ട് തന്നെ റെഡ് കളർ പെൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യത്തെ ആഗ്രഹം എഴുതി ഈ ഗ്ലാസ്സിൽ ഒട്ടിച്ചതിന് ശേഷം ആ ഒരു ഗ്ലാസ് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ ആ ആഗ്രഹം നടന്നതായി അല്ലെങ്കിൽ ആ ആഗ്രഹം എന്താണോ അത് പറഞ്ഞുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് ആ വെള്ളം കുടിക്കുക. ഇതാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ആഗ്രഹം എഴുതിയ പേപ്പർ എടുത്ത് ഈ ഗ്ലാസ്സിൽ അടുത്ത വെള്ളം കുറച്ചൊഴിച്ച് നിങ്ങളുടെ ആ രണ്ടാമത്തെ ആഗ്രഹം അതിലെഴുതി ഒട്ടിച്ച് അതും നമ്മുടെ ഹൃദയത്തിനോട് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ ആഗ്രഹം നടന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ആഗ്രഹം നടന്നത് ഫീൽ ചെയ്തുകൊണ്ട് ആ വെള്ളം പിന്നെയും കുടിക്കുക. ഇതുപോലെ തന്നെ മൂന്നാമത്തെ ആഗ്രഹവും എഴുതുക. മുൻപ് ചെയ്തതുപോലെ തന്നെയുള്ള ആ ഒരു പ്രോസസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ പ്രാവശ്യവും നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ എഴുതി ഗ്ലാസ്സിൽ ഒട്ടിച്ചു വെക്കുമ്പോൾ ആ ഒരു പ്രോസസ് ചെയ്തു കഴിഞ്ഞ് വെള്ളം കുടിച്ചതിന് ശേഷം ആ ഒരു പേപ്പർ ആ ഗ്ലാസ്സിൽ നിന്നും എടുത്തു മാറ്റണം. അതിനുശേഷം രണ്ടാമത്തെ പേപ്പർ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് ആ വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞ് ആ വെള്ളത്തിന്റെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ പേപ്പറും
ഇളക്കി മാറ്റുക. മൂന്നാമത്തെ ആഗ്രഹം മുട്ടിച്ചു വെക്കുക, വെള്ളം കുടിക്കുക. അതിനുശേഷം മൂന്നാമത്തെ ആ പേപ്പറും എടുത്തു മാറ്റുക. ഈ 3 പ്രാവശ്യവും നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ പേപ്പർ സൈഡിൽ തന്നെ വെക്കുക. ഇത് 3 പ്രാവശ്യവും നിങ്ങൾ ചെയ്തതിന് ശേഷം സ്വസ്ഥമായി ശാന്തമായി ഇരിക്കാൻ ശ്രമിക്കുക. നോർമൽ ഇൻഹലേഷൻ, നോർമൽ എക്സലേഷൻ. നിങ്ങളുടെ 3 ആഗ്രഹങ്ങളും നടന്നതിന് നിങ്ങൾക്ക് ഈ നിമിഷം നന്ദി പറയാം. ദൈവത്തിനോട് നന്ദി പറയാം, പ്രപഞ്ചശക്തിയോട് നന്ദി പറയാം. ചന്ദ്രനിലേക്ക് നോക്കി വളരെ സന്തോഷത്തോടെ ആഗ്രഹങ്ങൾ നടന്നതിന് നന്ദി പറയാം. സ്വസ്ഥമായി ശാന്തമായി നിങ്ങൾ ഈ ഒരു പ്രോസസ് ചെയ്യാൻ ശ്രമിക്കുക. യാതൊരു വിധത്തിലുള്ള ടെൻഷൻ ഉള്ള സമയത്തും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത്. വളരെ ശാന്തമായി നിങ്ങളെ ആഗ്രഹിക്കുന്ന ഈ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പ്രോസസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ പേപ്പർ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. ഈ പേപ്പർ അന്ന് രാത്രി തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തതിനു ശേഷം ആ പേപ്പർ കത്തിച്ച് പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊടുക്കുക. ബാക്കിയെല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അതാത് സമയമാകുമ്പോൾ യൂണിവേഴ്സ് തന്നെ നടത്തി തരുന്നതാണ്. നിങ്ങളുടെ ഈ 3 ആഗ്രഹങ്ങൾ എന്താണ് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ 3 ആഗ്രഹങ്ങളായ ഒന്നെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ പണം റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ 3 എന്താണ് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കോഴ്സുകളിലും ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ്.